Hello friends, എല്ലാവർക്കും ടെക് ഫോർ യു ചാനലിലേക്ക് സ്വാഗതം. മൈ നെയിം ഈസ് മെഹബൂബ് റഹ്മാൻ ആൻഡ് യു ആർ വാച്ചിങ് മൈ ടെക് ഫോർ യു ചാനൽ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പലർക്കും എന്നോട് ദേഷ്യം തോന്നാനുള്ള കാരണം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ, ഞാൻ വാട്സപ്പിലെ എന്താ പറയുക, ആരും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അയച്ച മെസ്സേജ് ഞാൻ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ അയച്ച വ്യക്തിക്ക് എങ്ങനെ അത് റീഡ് ചെയ്യാം, എങ്ങനെ അത് കണ്ടെത്താം, എന്താണ് ആ മെസ്സേജ് അയച്ചത് എന്നുള്ളത് കറക്റ്റ് ആ എന്താ പറയുക അയച്ച റിസീവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ചെറിയൊരു ട്രിക്കാണ്. നിങ്ങൾ എന്താ പറയുക, വളരെ ഈസി ആയിട്ട് തന്നെ ആ അയച്ച മെസ്സേജ് വോയിസ് ആവട്ടെ, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആവട്ടെ, PDF ഫയൽ ആവട്ടെ, എന്തെങ്കിലും മെസ്സേജ് ആവട്ടെ, ടെക്സ്റ്റ് ആവട്ടെ, ഓക്കെ, എനി കൈൻഡ് മെസ്സേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും, എന്താണ് അയച്ചത്. അപ്പോൾ പലർക്കും അതേ മുന്നേ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്, പലർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പല രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വീട്ടിലേക്ക് പോയാലോ. നമുക്ക് വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ചെറിയ റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ, മണി ചിഹ്നം, ഓക്കെ, ബെൽ ബട്ടൺ കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പിടിച്ചടിച്ച് കളിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഇട്ടതും ഇനി ഇടാൻ പോകുന്നതുമായ പുതിയ പുതിയ വീഡിയോസുകൾ, അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം എന്ത് ചെയ്യുക, ഞാൻ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്ലേ സ്റ്റോറിലോട്ട് പോകുക. ഓക്കെ, നമുക്കിവിടെ പ്ലേ സ്റ്റോർ കാണാൻ കഴിയും. പ്ലേ സ്റ്റോറിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുക. ഓക്കെ, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ഈ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, നോട്ടി സേവ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നോട്ടി സേവ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ നോട്ടി സേവ് എന്നുള്ള സ്റ്റാറ്റസ് ആൻഡ് നോട്ടിഫിക്കേഷൻ സേവർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അത് 2.something MB ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് മെനുവിലോട്ട് പോവുക. ബാക്ക് മെനുവിലോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയത് കണ്ടോ, നോട്ടി സേവ് ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആരോ കീ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അലോ എന്ന് കാണും, അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ടി സേവ് ടേൺ ഓൺ ചെയ്യാനാണ് പറയുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് നെക്സ്റ്റ് അടിയിൽ നെക്സ്റ്റ് എന്നുള്ളത് കാണാം, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നോട്ടി സേവ് എന്നുള്ള ഈ ഒരു ഭാഗം ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അലോ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് അടിക്കുക. അതിനുശേഷം അലോ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ സക്സസ് ആയിട്ടുണ്ട്, പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് ഒന്നുകൂടെ അടിക്കുക, അല്ലെങ്കിൽ ഈ മുകളിൽ കാണുന്ന ആരോ കീ അടിച്ചാലും മതി. ഓക്കെ, ഈ ആരോ കീ അടിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ എൻട്രി ചെയ്യാനുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മെസ്സേജ് വാട്സപ്പിലോട്ട് അയക്കാം. എന്നിട്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ എങ്ങനെ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാണ്. ഓക്കെ, ഹായ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഹായ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, മെസ്സേജ് എനിക്ക് റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് വന്നത് കാണാം.
ഞാൻ കാണിച്ചു തരാം. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മെസ്സേജ് കാണാൻ കഴിയും. മെസ്സേജ് വന്നിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ തന്നെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ മെസ്സേജ് ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അതിനുശേഷം ഡിലീറ്റ് കൊടുക്കുകയാണ്. ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുകയാണ്. ഓക്കെ, ഡിലീറ്റ് ഫോർ എവരി വൺ. ഇതിൽ മെസ്സേജ് ഡിലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലും മെസ്സേജ്, എനിക്ക് വന്ന മെസ്സേജ് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ആപ്ലിക്കേഷനിലോട്ട് പോവാണ്. ഓക്കെ, എൻ്റെ ആപ്ലിക്കേഷനിലോട്ട് പോവാണ്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ, അതോ നോട്ടീസ് സേവ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാണ്, ഓക്കെ, നോട്ടീസ് സേവ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഒന്നും കൂടെ ഞാൻ ഇതിന് മെസ്സേജ് അയക്കാണ്. ഓക്കെ, അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ പോവുക. ഇതിൽ വാട്സപ്പ് എടുക്കുക. ഓക്കെ, ഇതിൽ വാട്സപ്പ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് താഴോട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നമ്മൾക്ക് ആരാണോ മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ അയച്ച ഈ ഫ്രണ്ട് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുകയാണ്. ഓക്കെ, ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് കണ്ടോ, ആ രണ്ടാമത് അയച്ച ഹായ് എന്ന മെസ്സേജും ഫസ്റ്റ് അയച്ച ഹായ് എന്ന മെസ്സേജും ഡിലീറ്റ് ആയിട്ടില്ല, ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ്, അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ ഇനി വോയിസ് ആവട്ടെ, PDF ഫയൽ ആവട്ടെ, ഫോട്ടോസ് ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റീഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ വാട്സപ്പ് എന്നുള്ള ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് കാണാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ മെസ്സേജ് ഡിലീറ്റ് ആയിട്ടുണ്ടാവില്ല, പെർമനൻ്റ് ഡിലീറ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷേ ആ മെസ്സേജ് ജസ്റ്റ് ഷോ ചെയ്ത് കാണിക്കും, ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവരെ താങ്ക് യു സോ മച്ച് മൈ ഫ്രണ്ട്സ്.